തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ എണീക്കാൻ രണ്ടാൾക്കും കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്കൂളിൽ വിടാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, ചുമയും ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ദാ അന്നക്കുട്ടീനെയാണ് എപ്പോഴും ആദ്യം വിളിക്കുന്ന പോലെ തന്നെ വിളിച്ചത്. ഇന്നിപ്പോൾ ദാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടലയാണ് അടുപ്പത്തിരിക്കുന്നത്. അത് മസാലയൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാണ് കടല മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. വേഗത്തിൽ ഞാൻ ദാ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ കട്ടൻ ചായ കുടിച്ച് പണിയെടുത്താലേ ഒരു ഇൻട്രസ്റ്റ് ആണെന്നേ. അപ്പോൾ ദാ ഒരു ചെറിയ കപ്പ് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഒരിടക്ക് ഞാൻ ഈ ശീലം മാറ്റിയതായിരുന്നു. ഇപ്പോഴും പയ്യെ പയ്യെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ വേഗത്തിൽ ഞാൻ കടലക്കറിയാക്കി. ആ കടലക്കറി ഞാൻ വറ്റിച്ച് പെരട്ടി എടുത്ത് കടല മെഴുക്ക് വരട്ടിയാക്കി കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡാണ്. കാരണം തലേ ദിവസത്തെ ചിക്കൻ കറി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതാ ബ്രെഡും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോയിക്കോളൂ. അപ്പോൾ അന്നക്കുട്ടി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അവളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. എളുപ്പത്തിലുള്ള ലഞ്ചിനുള്ള കറികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉണക്കമീൻ വറുത്തതും വറുക്കുന്നുണ്ട്. ഉണക്കമീനും ഞാൻ വറുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുട്ടയും വറുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ മടിയുടെ ഇരിപ്പാണ് ഇരിക്കുന്നത്, തിങ്കളാഴ്ച മടിയുടെ. അപ്പോൾ അതാ ചടപടേ എന്ന് പറഞ്ഞ് വേഗത്തിൽ 2 മുട്ടയും വറുത്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ജോക്കുട്ടനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ ഒരു തെളിച്ചം കാണുമ്പോൾ മനസ്സിലാവും.